കള്ള പരാതി കൊടുത്തില്ലേ? പോലീസ് ആ പരാതി നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ വക്കീലെ? എന്നിട്ടും നീ ആ യുവതിയുടെ പാവപ്പെട്ട മാതാപിതാക്കളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു. അതൊക്കെ നിലനിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ പ്രായമായ മനുഷ്യരെ ഈ അവസരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നിന്റെ മനസ്സ് എന്താണ് എന്നുള്ളത് അവളുടെ കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട് വക്കീലെ. ആ കേസൊക്കെ കോടതിയിൽ പൊട്ടിപ്പോകുമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിഡ്ഢിയാണോ നീ? എന്തൊരു അവസ്ഥയാണ് നിന്റേത്. ഇന്നേ വരെ അവസാനം പെടുമെന്നറിയുമ്പോൾ നീ അയച്ചു കൊടുത്ത, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തൊരു ഇടപാടല്ലാതെ വേറെ ഒരു രൂപ ആ യുവതിയുടെ അക്കൗണ്ടിലേക്ക് നീ കൊടുത്തിട്ടുണ്ടോ? ഒരു മര്യാദയ്ക്ക് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവനാണോ നീ? എൻ്റെ അറിവിലല്ല, നിന്നെ കുറിച്ച് കേട്ടതൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള നിന്നെ ഹണി ട്രാപ്പ് ചെയ്യുന്ന പോലും ചെയ്യുന്നവൻ പൊട്ടനാണ്. ഒരു മകൻ ഒരു യുവതിയെ പീഡിപ്പിച്ചു. സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മകൻ ഒരു യുവതിയെ പീഡിപ്പിച്ചു. ചെറിയ പീഡനമല്ല, ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അതിൻ്റെ എല്ലാ തെളിവുണ്ട്, വെറുതെ പറയുന്നതല്ല. ഞാൻ എൻ്റെ എല്ലാ ഓഡിയോ ക്ലിപ്പും കൊടുത്തതാണ്. വളരെ ക്ലിയർ ആയി ഒരു യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ യുവതിയെ ബ്രൂട്ടലി, ഞാൻ പറയുന്നു, ശരീരം കടിച്ച് കീറി മുറിച്ച് ആ യുവതിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ആ യുവതിയെ ദ്രോഹിച്ച ഒരു മകൻ. അതിൻ്റെ എല്ലാ തെളിവുകളും അച്ഛനും, ഈ പറയുന്ന മകന്റെ അച്ഛനും അമ്മക്കും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അവസാനം രക്ഷയില്ല എന്ന് കണ്ട് ആ യുവതി താൻ പറ്റിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കി ആ യുവതി പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ഈ മകന് വേണ്ടിയിട്ട് ഗുണ്ടകളുടെ രൂപമണിഞ്ഞ് ആ യുവതി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മകന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലേക്ക് വന്ന് കുറച്ച് ഗുണ്ടകളെയും കൂട്ടി വന്ന് ഒരച്ഛനും അമ്മയും നടത്തിയ ഒരു ആക്രമണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. അതും ഒരു അഭിഭാഷകന്റെ അച്ഛനും അമ്മയുമാണ് എന്നുള്ളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ക്രിമിനലിന്റെ അച്ഛൻ ഒരു അഭിഭാഷകനാകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വിശദമായിട്ട് കാര്യം പറയാം, എല്ലാം വിശദമാക്കിയിട്ട് തരാം. അതിനു മുമ്പ് ഒരു ഫൂട്ടേജ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണണം. കണ്ടോ? കുറേ എണ്ണം ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ വീഡിയോയില്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിൽ പൊളിച്ച് ഈ വക്കീലിനെതിരെ പരാതി കൊടുത്ത യുവതിയെ ആക്രമിക്കാൻ ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് ആ ഗ്യാങ്ങിലുള്ളത്. ഇങ്ങനെ ഒരാളെ കാസർകോട്ടെ ബാർ അസോസിയേഷനിൽ വെച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ അഭിഭാഷകർക്ക് തന്നെ നാണക്കേട്. എത്രയോ മികച്ച നന്മയുള്ള ജനസേവനം നടത്തുന്ന വക്കീലന്മാരുള്ള ബാർ അസോസിയേഷനാണ് കാസർഗോഡ് ബാർ അസോസിയേഷൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബാർ അസോസിയേഷനിൽപ്പെട്ട ഒരാളുടെ അച്ഛനും അമ്മയുമാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇനിയൊരു വീഡിയോ കാണിച്ചു തരാം. ഈ മുണ്ട് മടക്കിയിട്ട് വരുന്ന ആളുണ്ടല്ലോ, എന്തോ വിപ്ലവാത്മകമായിട്ടുള്ള പരിപാടിക്ക് പോകുന്നത് നമുക്ക് തോന്നിപ്പോകുന്ന ഈ വ്യക്തി ആരാന്നുള്ളതൊന്ന് കണ്ടു നോക്ക്. കണ്ടോ? ഈ കട്ടായത് ഇത് അതിൽ നിന്നെടുത്ത ഫൂട്ടേജ് ആണ്. അതായത് ഈ വീഡിയോന് CCTV ഉണ്ട്. ആ CCTV വ്യക്തമാക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, ഒരു സ്ക്രീൻ, അതിൽ നിന്നെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അടുത്ത വീഡിയോ പ്ലേ ചെയ്തുതരാം. നോക്കാം, മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്നൊരു ആളുണ്ടല്ലോ, എന്തോ സമരം ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് കണ്ടാൽ തോന്നുന്നു. സ്വന്തം മകൻ പീഡിപ്പിച്ച ഒരു യുവതി പരാതി കൊടുത്തതിന് ആ യുവതിയെ അസഭ്യം പറഞ്ഞ്, കണ്ട സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചവിട്ടിയ വാതിൽ, അതായത് അച്ഛനും അവരും വന്നിട്ട് ആ യുവതിയുടെ വാതിൽ ചവിട്ടിയതിൻ്റെ ഫുട്ടേജ് ആണ്. ഇതൊക്കെ നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ണ് തുറന്ന് കാണേണ്ട കാഴ്ചകളാണ്. മനസ്സിലായോ? ഈ മഹാൻ ആരാന്ന് വെച്ചാൽ അത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ നിഖിൽ നാരായണൻ എന്ന് പറയുന്ന കാസർകോട്ടെ വനിതാ പോലീസ്
അല്ലെങ്കിൽ കാസർഗോഡ് പോലീസ് ബലാത്സംഗ കേസിൽ പ്രതിയാണെന്ന് മാത്രമല്ല കൊടുത്ത കുറ്റപത്രത്തിൽ ഇയാൾ ഈ പറയുന്ന കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുള്ള ഒരു ക്രിമിനലാണ് ഈ പറയുന്ന വക്കീൽ. ഇവന്റെ അച്ഛനും അമ്മയുമാണ്, അതോടൊപ്പം തന്നെ കുറച്ച് ഗുണ്ടകളുമാണ് ഈ യുവതി ആക്രമിക്കാൻ ചെന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിയോട് ഇവൻ ചെയ്തിട്ടുള്ളത് വളരെ ക്രൂരതയാണ്. കാരണം ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ഇവൻ സമീപിക്കാൻ വന്ന ഒരു യുവതിയെ ഇവനോട് കുറെ സത്യങ്ങൾ ഈ യുവതി തുറന്നു പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കേസ് പറയുമ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ പറയുമല്ലോ. ആ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് ഒരവസരത്തിൽ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ആ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം, ഒന്ന് കേട്ട് നോക്ക്. എനിക്ക് തന്നെ കാണണം. വീഡിയോ കോൾ വിളിക്കാം. ചിമ്മി, എനിക്കത് കാണണം. പറ്റൂല. ഉറപ്പല്ലേ? ഹലോ, എനിക്ക് അങ്ങനല്ല, എനിക്ക് പ്രൈവറ്റ് പാർട്ടാ കാണുന്നത്. എനിക്ക് എനിക്കൊരു ആഗ്രഹം തോന്നി നിനക്കത് കാണിച്ചു തരാൻ പറ്റില്ലേ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. മനസ്സിലായോ? മര്യാദ സംസാരിക്കണേ. ഇങ്ങോട്ട് ന്യായം പറഞ്ഞിട്ടില്ല. ന്യായം പറയുന്നുള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കൊല്ലാൻ പറ്റും. വിദ്യാഭ്യാസം പറ്റും. എന്റെ കടി, എന്റെ കൃമി കടി കേൾക്കാം. ഞാൻ ബുള്ളറ്റിന്റെ റോഡ് സൈഡിലുള്ളൂ. ഒന്നുകിൽ അങ്ങോട്ടേക്ക് വരണം, വീട്ടിലേക്ക് പോകണം. ഏതാ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വരണ്ട. എന്താ പറയാനുള്ളത് ഞാൻ കേട്ടോളാം. പ്രശ്നം തീർന്നു. ഞാൻ വീട്ടിലേക്ക് വിളിക്കാം. ഓക്കെ. ഹലോ, എടുത്തില്ലെങ്കിൽ ഞാൻ അപ്പ വരും രാത്രി. എന്തിനീ എന്റെ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞ ഭീഷണി? ഒന്ന് ആലോചിച്ച് നോക്കി. ചെയ്യുന്നത് ശരിയാണോ? ശരിയാണ്. ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ ഞാൻ വരുന്നില്ല. ആ, എന്നാ കേൾക്കാതെ ഞാൻ പറഞ്ഞല്ലോ. അതിന് ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാന്ന്. നട റോഡിൽ നിന്ന് എങ്ങനെയാ ഫോൺ ചെയ്യുന്നത്? ബുള്ളറ്റിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത് വീട്ടിലേക്ക് വരുന്ന ഭീഷണി വൃത്തിയായി ശരിക്കും. ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കാം. ആരില്ലാത്തോണ്ട് ഇങ്ങനെ അവസരം മുതലെടുത്ത് സംസാരിക്കുന്നത് ശരിയാണ്. എന്റെ അപ്പനല്ല ഏത് നായിന്റെ അമ്മ വിചാരിച്ചാലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പരാതി കൊടുക്കണ്ട. ഞാൻ എന്ത് പണം ചെയ്യാം. ഓക്കെ. എനിക്ക് അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ പറ്റില്ല. ഹലോ, പരാതി കൊടുക്കണ്ട. കേട്ടല്ലോ നിങ്ങൾ? ഇതാണ് ഇവന്റെ പരിപാടി. അതായത് ഭയങ്കര മെന്റലി ഹറാസ് ചെയ്യുക, മറ്റത് ചോദിക്കുക, ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി. അവസാനം കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയെ സമ്മതിച്ചു. അതിന്റെ എല്ലാ തെളിവുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാളല്ലേ, കല്യാണം കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി സമ്മതിച്ചു. പക്ഷേ ആ യുവതിയെ നിലവിൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ആ യുവതിക്ക് വേണ്ടിയിട്ട് വാർത്ത ചെയ്ത എന്നെ കോടതിയിൽ വെച്ച് ഇവൻ വലിയൊരു ഷോക്ക് കാണിച്ചു. വിട്, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട്. മുട്ടാൻ പറ്റൂടാ? നിന്റെ 10 തലമുറ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോമത്തിൽ തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റില്ലടാ, പറ്റില്ല. നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നീ ഒരു കള്ളക്കേസ് കൊടുത്തില്ലേ? വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസും പുറത്തു വിടുന്നുണ്ട്. ഞാൻ പുറത്തു വിടുന്നുണ്ട്. നീ വെയിറ്റ് ചെയ്യ്. നീ പറയുന്നുണ്ട് ഈ പരാതി കൊടുത്ത യുവതി നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ്, ഹണി ട്രാപ്പ് ചെയ്തതാണെന്ന്. ഒരു എവിഡൻസ് നീ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വാ. നീ അവിടെയുള്ള വക്കീലന്മാരോടും പലരോടും നീ പറഞ്ഞു നടക്കുന്നില്ലേ ഈ യുവതി നിന്നെ ഹണി ട്രാപ്പ് ചെയ്തതാണ്? ഇന്നേ വരെ അവസാനം പെടുമെന്നറിയുമ്പോൾ നീ അയച്ചു കൊടുത്ത, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തൊരു ഇടപാടല്ലാതെ വേറെ 1 രൂപ ആ യുവതിയുടെ അക്കൗണ്ടിലേക്ക് നീ കൊടുത്തിട്ടുണ്ടോ? ഒരു മര്യാദയ്ക്ക് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കെൽപ്പുള്ളവനാണോ നീ? എൻ്റെ അറിവിലല്ല, നിന്നെ കുറിച്ച് കേട്ടതൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ള നിന്നെ ഹണി ട്രാപ്പ് ചെയ്യുന്ന പോലും ചെയ്യുന്നവൻ പൊട്ടനാണ്. കാരണം നീ ആരാണെന്ന് അവിടെയുള്ള എല്ലാ വക്കീലന്മാർക്കും അറിയാം. നീ എന്താണെന്നുള്ളത് അവിടെയുള്ള എല്ലാ വക്കീലന്മാർക്കും അറിയാം. അതുകൊണ്ട് നിന്നെ ഞാൻ വെല്ലുവിളിക്കാം. ആ യുവതി നിരപരാധിയാണെന്നുള്ളത് പച്ചയായ ഒരു സത്യമാണെന്നിരിക്കെ
പലരോടും നീ ആ യുവതിയെ കുറിച്ച് മോശമായി പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വെല്ലുവിളിക്കുകയാണ്. നീ ഒരു വലിയ ക്രിമിനൽ ലോയർ ഒക്കെ അല്ലേ, നീ വലിയ എന്തോ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്നവനല്ലേ. തൻ്റെ ഇടമുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് നേരെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എങ്കിൽ ആ പെൺകുട്ടിയെ നീ വിളിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കുക. നിന്റെ ശബ്ദമല്ല എന്ന് നീ തെളിയിക്ക്. അതല്ല എങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നീ വാ. നിനക്കിവിടെ ഒന്നും സംഭവിക്കില്ല. നീ ഇവിടെ വന്ന് എൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് സംസാരിക്കും. നിനക്ക് പറയാനുള്ളത് ഞാൻ പബ്ലിഷ് ചെയ്യാം. കുറച്ച് ചോദ്യങ്ങൾ ഞാനും നിന്നോട് ചോദിക്കാം. ധൈര്യമുണ്ടോ? അപ്പൊ കിടന്നങ്ങ് കാറല്ലേ. കള്ളക്കേസ് കൊടുക്കാൻ എത്ര കാലം കൊടുക്കും? നീ എന്താ വിചാരിച്ച കേസ് കണ്ടിട്ടില്ലാത്തവനാണോ ഖാദർ എന്നാണോ? നീ വാദിച്ചതിനേക്കാൾ കൂടുതൽ കേസ് എൻ്റെ ഓഫീസിൽ വരാറുണ്ടോ? നീ ഇത്ര കാലം നീ വാദിച്ച കേസിനേക്കാൾ കൂടുതൽ പരാതികളും പരിഭവങ്ങളും പറയാൻ നൂറുകണക്കിന് മനുഷ്യർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം പോലെയെങ്കിലും നീ വാദിച്ചു കാണത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വക്കീലുണ്ടെന്ന് ഞാൻ തന്നെ അറിയും. അത്യാവശ്യം ഞാൻ പല വക്കീലന്മാരായിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു വക്കീല് അങ്ങനെ ഒരു ബാർ അസോസിയേഷനിലോ അല്ലെങ്കിൽ അവിടെ കോടതിയിലോ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് ഈ ഇൻസിഡന്റ് കാണുമ്പോഴാണ്. ഞാൻ കേട്ടിട്ടില്ല അതിനെ കുറിച്ചിട്ട്. നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസമാണ് ചെയ്തത്? സ്വന്തം അച്ഛനെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും ആരെങ്കിലും ഒക്കെ. ആ യുവതിയെ കുറിച്ചിട്ട് ഇവൻ പറഞ്ഞു പരത്തുന്ന കുറെ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ട സങ്കടം തോന്നിപ്പോയി. കാരണം ഒരു യുവതി ഒറ്റക്ക് നിന്നിട്ട് ഫൈറ്റ് ചെയ്യാം. ഒറ്റക്ക് നിന്ന് ആ യുവതി ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവന്റെ ബലവും ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് ആ യുവതിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ യുവതിക്ക് ചീത്ത പേരുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം നിറികെട്ട നീക്കമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തുടരെ കള്ളപ്പരാതികൾ ആ യുവതിക്കെതിരെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഉളുപ്പുണ്ടോ നിനക്ക് ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാർ അസോസിയേഷൻ നടപടിയെടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ബാർ അസോസിയേഷനിൽ മിടുക്കന്മാരായിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അടിപൊളി വക്കീലന്മാർ അവിടെയുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യൻ. അവർ എത്രയും പെട്ടെന്ന് ഇവനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. നോക്കൂ, പരാതി കൊടുത്ത പിറ്റേ ദിവസമാണ് ഇവൻ ഈ യുവതിയുടെ വീട്ടിലേക്ക് അച്ഛനെയും അമ്മയും അയക്കുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നീ ഒരു കാര്യം ആലോചിച്ച് വെച്ചോ, ആ യുവതിയെ നീ ഏതെങ്കിലും ജില്ലയിലെ പ്രമുഖ ഗുണ്ടകളെ അയച്ചാലും അവനെയൊക്കെ കണ്ട വഴി ഓടിക്കാൻ പറ്റുന്ന ബാക്കപ്പ് ആ യുവതിക്ക് ഞങ്ങൾ കൊടുക്കും. കണ്ട വഴി ഓടിക്കാൻ പറ്റുന്ന ബാക്കപ്പ്. ആ യുവതിക്കെതിരെ നീ കൊടുത്തിട്ടുള്ള ചില നീക്കങ്ങളുണ്ടല്ലോ, അതിൽ വാദിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ മികച്ച വക്കീലന്മാരെ അവിടെ എത്തിക്കും ഞങ്ങൾ. അതുകൊണ്ട് നിനക്കത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നീ വിചാരിക്കരുത് ഒരു വക്കീലാണെന്ന് വിചാരിച്ചിട്ട് എന്തും ഇവിടെ ചെയ്യാം. ഞാനും നീയുമൊക്കെ നിയമവ്യവസ്ഥയുടെ കണ്ണിൽ ഒന്ന് തന്നെയാണ്. നിർത്തിക്കോ നിന്റെ ഈ തോന്നിവാസം പറച്ചൽ. നാണമുണ്ടോ? നീ തോന്നിവാസം പറയുമ്പോൾ പലരും വിശ്വസിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാം. പക്ഷെ അവരൊക്കെ നിന്നെ കുറിച്ചിട്ട് എന്നോട് പറയാറുണ്ട് എന്താണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ചിലർ വിശ്വസിച്ച് പോകുന്നു. അവരോടാണ് പറയുന്നത് ആ യുവതി നിരപരാധിയാണ്, ആ യുവതിയെ ഇവൻ ട്രാപ്പിൽ പെടുത്തിയതാണ്. എന്ത് തെളിവ് വേണമെങ്കിലും എന്നെ സമീപിച്ചു. ആർക്കെങ്കിലും ഈ കേസുമായി എന്തെങ്കിലും ഒരു അണുമണി സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിച്ചു. കാരണം അത്രക്കും ബ്രൂട്ടലി റേപ്പ് ചെയ്തു ഇവൻ. ആ യുവതിയുടെ ശരീരഭാഗങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തത് ഇവൻ ചെയ്തിട്ടുണ്ട്. ആ പാവം ഒറ്റക്ക് നിന്ന് നീതിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം. ഒറ്റക്ക് നിന്ന് അന്തസ്സോട് കൂടിയിട്ട് നീതിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ ഒരു യുവതി തളർന്നു പോകുമെന്ന് നീ കരുതരുത്. നിന്റെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, നീ എന്തോ വലിയ സംഭവമാണ്. അത് നിന്റെ ഓഫീസിൽ നിനക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ആളുകളുടെ അടുത്ത് മതി. അത് ഇവിടെ കൊണ്ടുവരരുത്. മനസ്സിലായോ? നിനക്ക് ധൈര്യമുണ്ടോ? നീ നിന്റെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അടക്കമുണ്ട്. അത് പുറത്ത് വിടാത്തത് മാന്യതയുടെ ഒരു അംശം ഞാൻ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. നിന്റെ സ്വന്തം മാതാപിതാക്കളെ കുറിച്ചിട്ട് നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവരോട് നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എന്നിട്ടും അവരെന്തിനാണ് നിനക്ക് വേണ്ടിയിട്ട് ആ യുവതി ആക്രമിക്കാൻ വന്നത് എന്നുള്ളതാണ് ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ട് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാർ അസോസിയേഷന് തന്നെ നാണക്കേടാക്കുന്ന ഈ മനുഷ്യനെ എത്രയും പെട്ടെന്ന് പുറത്താക്കി ബാർ അസോസിയേഷൻ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.